നിങ്ങൾക്ക് ചില രാത്രികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നാറില്ലേ? ഇതൊരു സാധാരണ കഥയല്ല. 1959 9 പേർ ലോകത്തു നിന്ന് അക്ഷരാർത്ഥത്തിൽ മാഞ്ഞുപോയ കഥ. സംഭവം നടക്കുന്നത് റഷ്യയിലെ യുറൽ മലനിരകളിൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഡയറ്റ്ലോവ് പാസിനെ കുറിച്ചാണ്. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു അധ്യായം. ഐഗോർ ഡയറ്റ്ലോവ് എന്നൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ 9 പേർ സ്കീയിങ്ങിന് പോയതാണ്. അവർ പരിശീലനം നേടിയ മിടുക്കരായിരുന്നു. അതുകൊണ്ട് ഇതൊരു സാധാരണ അപകടമല്ല, ഇതൊരു രഹസ്യമാണ്. അവരുടെ ലക്ഷ്യം ഓട്ടോർട്ടൺ കൊടുമുടി. മലയുടെ ഒരു പ്രാദേശിക പേരുണ്ട്. സംസാരിക്കരുത് എന്നർത്ഥം വരുന്ന മരണം പാടില്ലാത്ത കൊടുമുടി. വിധിയിലെ ഒരു വിരോധാഭാസം. അവരുടെ അവസാനത്തെ സന്ദേശം ഫെബ്രുവരി 1 പിറ്റേന്ന് രാത്രി അവരുടെ ലോകം അവസാനിച്ച രാത്രി. അവരുടെ തിരിച്ചുവരവ് ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. കാരണം അവർ തിരിച്ചു വന്നില്ല. അധികൃതർ അന്വേഷിച്ചു. മാസങ്ങൾക്കു ശേഷം അവർ ആ ഭീകരതയുടെ സൂചന കണ്ടെത്തി. കൂടാരം മുള്ളിൽ നിന്ന് കീറിയ നിലയിലായിരുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ രഹസ്യം. പുറത്തല്ല, അകത്തുനിന്ന് കീറി. അവർക്ക് രക്ഷപ്പെടാൻ ഭ്രാന്തമായ ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഭക്ഷണവും വസ്ത്രങ്ങളും പോലും എടുത്തില്ല. -30 ഡിഗ്രിക്ക് താഴെയാണ് പുറത്തെ തണുപ്പ്. പാതി വസ്ത്രങ്ങളോടെ അവർ പുറത്തേക്ക് ഓടി. അവരുടെ കാലടികൾ താഴ്വരയിലേക്കാണ് പോയത്. ഭ്രാന്തമായ ഓട്ടത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വഴിയെന്തെന്നറിയാതെ ശാന്തമായി നടന്നു പോയതിൻ്റെ അടയാളങ്ങൾ മാത്രം. താഴ്വരയിലെ ഒരു പൈൻ മരത്തിനടിയിൽ ആദ്യത്തെ 2 പേരെ കണ്ടെത്തി. തണുത്തുറഞ്ഞ നിലയിൽ, വസ്ത്രങ്ങളില്ലാതെ അവരെന്തോ പേടിച്ചു കയറാൻ ശ്രമിച്ചു. ആ മരത്തിൽ ആഴത്തിൽ പാടുകളുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ആ കൂടാരത്തിനടുത്തും കൂടുതൽ അകലെയുള്ള ഒരു അരുവിയിലുമായി കണ്ടെത്തി. നിങ്ങൾക്കറിയാമോ, ഓരോ കണ്ടെത്തലും ഭയം വർദ്ധിപ്പിച്ചു. ചില മൃതദേഹങ്ങൾക്ക് ഗുരുതരമായ ക്ഷതങ്ങളുണ്ടായിരുന്നു. തലയോട്ടിക്ക് ക്ഷതം, നെഞ്ചിലെ എല്ലുകൾക്ക് പൊട്ടൽ, ഒരു കാർ തകർന്നാലുണ്ടാകുന്ന പോലുള്ള പരിക്കുകൾ. പക്ഷേ പുറത്ത് ആരെങ്കിലും ആക്രമിച്ചതിൻ്റെ ലക്ഷണങ്ങളില്ല. പിന്നീടുണ്ടായ കണ്ടെത്തലുകളാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ഒരാൾക്ക് നാവ് നഷ്ടപ്പെട്ടു, കവിളുകൾക്ക് ക്ഷതം. ഇതൊരു സാധാരണ ദുരന്തമല്ലായിരുന്നു എന്ന് വ്യക്തം. കൂടുതൽ വിചിത്രം, അവരുടെ വസ്ത്രങ്ങളിൽ നേരിയ തോതിൽ റേഡിയേഷൻ്റെ അംശം പോലും ഉണ്ടായിരുന്നു. അവിടെ ആ വിജനമായ മലയിടുക്കിൽ എവിടെ നിന്നാണ് ഈ റേഡിയേഷൻ വന്നത്? സഹായത്തിനായി ആരെയും വിളിച്ചില്ല. കൂടാരം തകർത്ത് ഓടി, വസ്ത്രങ്ങളില്ലാതെ. ഇതിനൊക്കെ പിന്നിൽ ഒരു കാരണമുണ്ടാവണം. നമ്മൾ ചിന്തിക്കുന്നതിലും ഭീകരമായ ഒന്ന്. പലരും പല സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. കാറ്റാകാം, ഒരുതരം ഇൻഫ്രാസോണിക് തരംഗങ്ങളാകാം, അതല്ലെങ്കിൽ മലയിടുക്കിലെ മഞ്ഞുപാളികളുടെ ചെറിയൊരു ഇളക്കമാകാം, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ എത്തിയേക്കാം. സർക്കാർ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നവരോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത മറ്റെന്തെങ്കിലും. ആ കൂടാരത്തിൽ നിന്നും അവർ ഓടിപ്പോകാൻ കാരണം എന്തായിരുന്നു? ആ 9 പേർ ഒരേ സമയം എന്തിനാണ് ഭയപ്പെട്ടത്? ഒരുത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ഇത്രയും കാലമായിട്ടും ഈ കേസിന് ഒരുത്തരം കിട്ടിയിട്ടില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് ലോകം ഇപ്പോഴും ഈ സ്ഥലത്തെ മരണം ഉറങ്ങുന്ന മലയിടുക്ക് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ നിഗൂഢതയ്ക്ക് ഒരു ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും.